മറുനാട്ടുകാർ കോടികളാണ് നമ്മുടെ ചക്ക കയറ്റുമതിയിലൂടെ സമ്പാദിക്കുന്നത്. പുറന്തൊലി മുതൽ കുരു വരെ ഔഷധഗുണമുള്ള ചക്ക നമ്മൾ പാഴാക്കി കളയുകയാണ് അല്ലേ ചെയ്യാറ്? പുതുതലമുറയാണെങ്കിൽ അതിനെ പൂർണ്ണമായും കൈവിട്ട് കളഞ്ഞിട്ടുണ്ട്. പോഷക ഗുണങ്ങളുള്ള ചക്ക നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? പച്ചച്ചക്ക ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. പ്രമേഹ രോഗികൾക്ക് പോലും ധൈര്യമായി കഴിക്കാം. പച്ചച്ചക്ക ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു കുക്കറിലോ ചട്ടിയിലോ ഇട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചക്കക്കുരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുറന്തോല് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ചുമന്ന തൊലി കളയാൻ പാടില്ല. അത് ചക്കയുടെ ദോഷങ്ങൾ കളയാനുള്ള മരുന്ന് കൂടിയാണ്. ഇതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 2 പച്ചമുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് 1 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിനി ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിലേക്ക് കുറച്ച് തേങ്ങയും ഒരു വെളുത്തുള്ളി, ഒരു ചുമന്നുള്ളി, ഒരല്പം മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം ഇതെല്ലാം ചേർത്ത് തരിതരിപ്പായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെന്ത ചക്കയിലേക്ക് അതിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായി ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചതിന് ശേഷം നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി സെർവ് ചെയ്ത് കഴിക്കാം. അതിൻ്റെ കൂടെ നല്ല കുടംപുളി ഇട്ട നല്ല മീൻ മുളകിട്ടതും കൂടി ചേർത്തൊന്ന് കഴിച്ചു നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഒരു നേരത്തെ ചോറിന് പകരം ഇതാക്കി നോക്കിയാലോ? പ്രകൃതി തന്ന ഈ വരദാനത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.